Hi friends, it's me Vini. Welcome to Let's Learn with VK. So നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഇൻട്രൊഡക്ഷൻ വീഡിയോയിന് നല്ല റെസ്പോൺസ് ഒക്കെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. നിങ്ങൾക്ക് പറയാനുള്ള ഒരു റിക്വസ്റ്റ് കൂടി ഉണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ വീഡിയോസ് അല്ലെങ്കിൽ ഞാൻ എടുക്കുന്ന വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ആയിട്ടുള്ള 10ാം ക്ലാസ് പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ അവർക്ക് ഉപകാരമാണെങ്കിൽ ആയിക്കോട്ടെ. അപ്പോൾ അത് പറഞ്ഞാണ് പറഞ്ഞത്. ഓക്കെ, നമുക്ക് ഇനി ചാപ്റ്ററിലേക്ക് കിടക്കാം. അപ്പോൾ കെമിസ്ട്രി ആണ് ഞാൻ പറഞ്ഞത്, ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു. തൽക്കാലം ഇപ്പോൾ ഞാൻ കെമിസ്ട്രിയാണ് ഇടാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ കെമിസ്ട്രി ക്ലാസ്സുകളായിരിക്കും ഇടുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേറെ ക്ലാസ്സുകളിന് ആവശ്യമുണ്ടെങ്കിൽ, വേറെ ഏതെങ്കിലും സബ്ജക്റ്റിലെ ചാപ്റ്റേഴ്സ് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ കമൻറ്റ് നോക്കിയിട്ട് ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, അത് എടുത്തു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന 4th ചാപ്റ്ററാണ് പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ്. അപ്പോൾ കെമിസ്ട്രിയുടെ 4th ചാപ്റ്റർ മുതലാണ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ വിറ്റേഴ്സ് ചാനലാണെങ്കിൽ 3rd ചാപ്റ്ററാണ് ഏകദേശം. 3rd ചാപ്റ്ററിന്റെ പകുതിയോളം ആയി. അപ്പോൾ നമ്മൾ ഇത്രയും ലേറ്റ് ആയില്ലേ തുടങ്ങാൻ, ക്ലാസ്സൊക്കെ തുടങ്ങാൻ ലേറ്റ് ആയി. അതുകൊണ്ടാണ് ഇപ്പോൾ തൽക്കാലം 4th ചാപ്റ്റർ മുതലാണ് തുടങ്ങുന്നത്. അപ്പോൾ അടുത്ത ദിവസങ്ങളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള ചാപ്റ്റേഴ്സിന്റെ വീഡിയോസ് ഒക്കെ ഞാൻ എന്ത് ചെയ്യാം, അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എന്തായാലും കെമിസ്ട്രിയിലെ എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് എടുത്തിരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകുന്ന മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാം. ഇപ്പോൾ ടെലിഗ്രാം ഞാൻ പറഞ്ഞ നോട്ട്സ് തരുന്നത് ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു. നോട്ട്സ് നിങ്ങൾക്ക് തരുന്നത് എങ്ങനെയാണ്, ടെലിഗ്രാം ചാനലിലൂടെയാണ്. അപ്പോൾ ടെലിഗ്രാം ചാനലിൽ ഞാൻ ഓരോ PDF ഇപ്പം ഇന്നെടുക്കുന്ന ആ ചാപ്റ്ററിൽ ഇന്നെടുക്കുന്ന ആ പോർഷൻസിന്റെ വീഡിയോസ് PDF എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ ആ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആ ലിങ്ക് അപ്ലോഡ് ചെയ്യുന്ന ആ ലിങ്ക് എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ വീഡിയോയുടെ ചോദ്യം നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഈ വീഡിയോയുടെ ചോദ്യം നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ലിങ്ക് കാണാൻ പറ്റും. ആ ലിങ്കിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നോട്ട്സ് ഒക്കെ എടുക്കാം. കൂടാതെ തന്നെ നിങ്ങൾ ലെക്ചർ നോട്ട് എന്നുള്ളൊരു സമ്പ്രദായം കൂടെ, ഒരു ലെക്ചർ നോട്ട് വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ എടുക്കുന്ന ടോപ്പിക്ക്, ഇപ്പം ഞാൻ ഇന്ന് എടുക്കുന്നത് എന്ത് ചെയ്യുക, ഒരു ലെക്ചർ നോട്ട് പോലെ എന്ത് ചെയ്യുക, നിങ്ങൾ ഒരു എടുക്കുന്ന ആ ടൈമിൽ തന്നെ എഴുതി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ചും കൂടെ സിമ്പിൾ ആയിരിക്കും. അപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. 4th ചാപ്റ്ററാണ് പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ്. അപ്പോൾ മെറ്റൽസിന്റെ പ്രൊഡക്ഷനാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ 5 വീഡിയോസ് ആണ് മൊത്തം ചെയ്യുന്നത്. 5 വീഡിയോസ് ആയിട്ട് ചാപ്റ്റർ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് വീഡിയോസ് ഇടുന്നത്. അപ്പോൾ ഫസ്റ്റ് വീഡിയോയിൽ ഇൻട്രൊഡക്ഷൻ ആയിട്ട് മിനറൽസ്, ഓർസ്, മെറ്റലർജി, കോൺസെൻട്രേഷൻ ഓഫ് ഓർ. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമ്മൾ പറയുന്നത് മിനറൽസ് എന്താണ്, ഓർ എന്താണ്, മെറ്റലർജി എന്താണ്, അതുപോലെ കോൺസെൻട്രേഷൻ ഓഫ് ഓർ എന്താണ്. ഈ 4 ടോപ്പിക്കാണ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. ഇന്ന് അപ്ലോഡ് ചെയ്തത് ഈ ഇൻട്രൊഡക്ഷൻ വീഡിയോസിന്റെ ടോപ്പിക്സ് ആണ്. ഓക്കെ, സെക്കൻഡ് ടോപ്പിക് പറയുന്നത് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ് ആൻഡ് റിഫൈനിങ് ഓഫ് മെറ്റൽ. അപ്പോൾ മെറ്റലിന്റെ എക്സ്ട്രാക്ഷൻ എന്താണ്, റിഫൈനിങ് ഓഫ് മെറ്റൽസ് എന്താണെന്നാണ് രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ വീഡിയോ എടുക്കുമ്പോൾ കൂടുതലായിട്ട് പറയാം. ഓക്കെ, മൂന്നാമത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് എക്സ്ട്രാക്ഷൻ ഓഫ് അയണിന്റെ എക്സ്ട്രാക്ഷൻ, അതിന്റെ ഓറിൽ നിന്നിട്ട് എങ്ങനെയാണ് നമ്മൾ എന്തെങ്കിലും വേർതിരിച്ചെടുക്കുന്നത് എന്നാണ് നമ്മൾ ഈ മൂന്നാമത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. ഓക്കെ, 4th വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എക്സ്ട്രാക്ഷൻ ഓഫ് അലുമിനിയം എങ്ങനെയാണ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്, ഒരു അലുമിനിയത്തിന്റെ ഓറിൽ നിന്നിട്ട് അതിനെ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്നത് മെത്തേഡ് എങ്ങനെയാണെന്ന് നമ്മൾ ഈ 4ാമത്തെ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, ഈ 4 വീഡിയോ നമ്മൾ എടുത്തു കഴിയുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ ചാപ്റ്ററിന്റെ പോർഷൻസ് ഒക്കെ എന്ത് ചെയ്യും, കംപ്ലീറ്റ് ആവും. ഈ 4 വീഡിയോസും കഴിയുമ്പോൾ 4 വീഡിയോസ് എടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റേഴ്സ് എന്ത് ചെയ്തു, എല്ലാ പോർഷൻസും എന്ത് ചെയ്തു, കംപ്ലീറ്റ് ആവും. ഈ 5ാമത്തെ വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു, ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുന്നതായിരിക്കും ബെറ്റർ ആയിരിക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കിയാൽ നമുക്ക് ഏതൊക്കെ പോർഷൻസ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്നിട്ട് പ്രീവിയസ് മുൻവർഷത്തിൽ ചോദിച്ച ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ 5ാമത്തെ ഒരു വീഡിയോയിൽ ചെയ്യുന്നത്. മുൻവർഷ പേപ്പറിൽ ഈ ചാപ്റ്ററിൽ വന്ന ചോദ്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ മെത്തേഡിലാണ്, എത്ര മാർക്കിന് വന്നിട്ട്, ഏതൊക്കെ പോർഷൻസ് ആണ് മെയിൻ ആയിട്ട് നോക്കേണ്ടത് എന്നാണ് ഈ 5ാമത്തെ ഈ വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു ചെറിയൊരു വീഡിയോ ആയിരിക്കും. ഈ 5 വീഡിയോസ് ആണ് മെയിൻ ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ഇൻട്രൊഡക്ഷൻ ആണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്ന ടോപ്പിക്. ഇൻട്രൊഡക്ഷനിൽ നമ്മൾ മെയിനായിട്ട് പറയുന്നത് മിനറൽസ്, ഓർസ്, മെറ്റലർജി, അതുപോലെ കോൺസെൻട്രേഷൻ ഓഫ് ഓർ. അപ്പോൾ ഈ 4 ടോപ്പിക്സ് ആണ് നമ്മൾ ഈ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ മിനറൽസ് ആണ് നമ്മൾ ഫസ്റ്റ് പറയുന്നത്. അപ്പോൾ ഈ നമ്മൾ പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മെറ്റൽസിന്റെ ഒരു പ്രത്യേകത പറയുന്നത് ഹൈലി റിയാക്റ്റീവ് ആണ്. അത് പറയുന്നത് ഈ മെറ്റൽസ് പറയുന്നത് ഹൈലി റിയാക്റ്റീവ് ആണ്, റിയാക്ടിവിറ്റി കൂടുതലാണ് മെറ്റൽസിന്റെ. പക്ഷേ ഈ ഭൂമിയിൽ മെറ്റൽസ് കാണപ്പെടുന്നതിൽ പ്യുവർ സ്റ്റേറ്റ് ഓഫ് എന്തില്ല, കാണില്ല. ഭൂമിയിൽ മെറ്റൽസ് അപ്പുറം അതിന്റെ പ്യുവർ സ്റ്റേറ്റിലല്ല കാണപ്പെടുന്നത്, അതിന്റെ കോമ്പൗണ്ട്സ് എന്നുള്ള രീതിയിലാണ് കാണപ്പെടുന്നത്. അത് വേറെ ആറ്റംസ് ആയിട്ട് കമ്പൈൻ ചെയ്ത് കോമ്പൗണ്ട്സ് ആയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാം, ഈ മെറ്റൽസിനെ കാണാൻ സാധിക്കുക.
ഈ കോമ്പൗണ്ട്സിന്റെ മെറ്റാലിക് കോമ്പൗണ്ട്സിന്റെ പ്രത്യേകത പറഞ്ഞാൽ എന്താണ് ഇതിന് റിയാക്ടിവിറ്റി ഇല്ല. റിയാക്ടിവിറ്റി എന്തെങ്കിലും കുറവായിരിക്കും. മെറ്റൽസ് ഫ്രീ ആയിരിക്കുമ്പോൾ പ്യൂർ സ്റ്റേറ്റിൽ ഇരിക്കുമ്പോഴേ നമുക്ക് എന്തെങ്കിലും അതിന് റിയാക്ടിവിറ്റി ഉണ്ടാവുള്ളൂ. അപ്പൊ മെറ്റൽസ് കോമ്പൗണ്ട്സിന്റെ രീതിയിൽ ഇരിക്കുമ്പോൾ എന്തില്ല, അതിന് റിയാക്ടിവിറ്റി ഇല്ല. അപ്പൊ ഇങ്ങനെയുള്ള മെറ്റാലിക് കോമ്പൗണ്ട്സിനാണ് നമ്മൾ എന്താ പറയുക, മിനറൽസ് എന്ന് പറയുന്നത്. അപ്പൊ മിനറൽസ് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂമിയിൽ എർത്ത് ക്രസ്റ്റിൽ എങ്ങനെ കാണുന്നത്, മെറ്റൽസ് കാണുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ്, they are seen as metallic compounds. മെറ്റാലിക് കോമ്പൗണ്ട് ആയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ പറ്റുക. മിനറൽസിനെ നമുക്ക് എങ്ങനെ കാണാൻ പറ്റുക, മെറ്റാലിക് കോമ്പൗണ്ട്സ് ആയിട്ടാണ്. മിനറൽസ് പറയുന്നത് മെറ്റൽസിന്റെ മെറ്റാലിക് കോമ്പൗണ്ട്സ് ആയിട്ടാണ് കാണാൻ പറ്റുക. അങ്ങനെയുള്ള മെറ്റാലിക് കോമ്പൗണ്ട്സിനാണ് നമ്മൾ എന്താ പറയുക, മിനറൽസ് എന്ന് പറയും. ഓക്കെ, ഇപ്പൊ മിനറൽസിന് ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ അലുമിനിയം എന്നുള്ള ഒരു മെറ്റൽ എടുക്കാം. അലുമിനിയം എന്നുള്ള മെറ്റൽ എടുക്കാം. ഈ അലുമിനിയം പറയുന്നത് ഈ എർത്ത് ക്രസ്റ്റ് എന്ത് ചെയ്യില്ല, ഈ പ്യൂർ ഫോമിൽ എന്നുള്ള ഈ ഫോമിൽ പ്യൂർ ആയിട്ട് എന്ത് ചെയ്യില്ല, കാണാൻ പറ്റില്ല. അപ്പൊ അലുമിനിയത്തിന്റെ ഒരു ഓർഡിനറി എക്സാമ്പിൾ ആണ് ബോക്സൈറ്റ്. ബോക്സൈറ്റ് എന്നുള്ള അലുമിനിയത്തിന്റെ ഒരു ഓർഡിനറി എക്സാമ്പിൾ ആണ്. അപ്പൊ ഈ ബോക്സൈറ്റ് അലുമിനിയം കാണപ്പെടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ Al2O3 2H2O, Al2O3 2H2O എന്നുള്ള ഈ ഒരു ഫോർമാറ്റിൽ, ഈ ഒരു കെമിക്കൽ ഫോർമുലയാണ് എന്ത് ചെയ്യുക, അലുമിനിയം കാണപ്പെടുക. അപ്പൊ ഈ അലുമിനിയം എന്ത് ചെയ്യും ചോദിച്ചു കഴിഞ്ഞാൽ ഓക്സിജനുമായിട്ടും വാട്ടർ മോളിക്യൂൾസും ആയിട്ടും, ഓക്സിജനായിട്ടും അതിന് വാട്ടർ മോളിക്യൂൾസും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒരു കോമ്പൗണ്ടിന്റെ രീതിയിലാണ് നമുക്ക് ചെയ്യുക ഈ അലുമിനിയത്തിനെ ഈ ബോക്സൈറ്റിൽ കാണാൻ പറ്റുക. ബോക്സൈറ്റ് കഴിഞ്ഞാൽ ബോക്സൈറ്റ് അല്ലാതെ വേറെ കുറെ എന്തുണ്ട്, മിനറൽസ് കൂടി ഉണ്ട്. അപ്പൊ ഒരു മെറ്റലിന് ഒരു മിനറൽ മാത്രമല്ല, വേറെ കുറെ മിനറൽസ് ഉണ്ട്. അപ്പൊ അതിനുള്ള ഇപ്പൊ വേറൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ക്രയോലൈറ്റ്. അപ്പൊ ക്രയോലൈറ്റിൽ എങ്ങനെ കാണുന്നു വെച്ച് കഴിഞ്ഞാൽ Na3AlF3. അപ്പൊ Na3AlF6 Na3AlF6 എന്നുള്ള ഫോർമാറ്റിലാണ് നമുക്ക് എന്ത് ചെയ്യുക, ക്രയോലൈറ്റിലെ അലുമിനിയത്തിനെ കാണാം. ഈ അലുമിനിയം ആണ് ക്രയോലൈറ്റില് അലുമിനിയം കാണപ്പെടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഫ്ലൂറിൻ ആറ്റോമായിട്ടും അതിലെ സോഡിയം ആറ്റോമായിട്ടും എന്ത് ചെയ്യുക, കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുക, ക്രയോലൈറ്റിൽ നമുക്ക് അലുമിനിയത്തിന് കാണാൻ പറ്റും. അടുത്തത് വേറൊരു മിനറലാണ് അലുമിനിയത്തിന്റെ ക്ലേ. ക്ലേ പറഞ്ഞാൽ കളിമണ്ണ്. അപ്പൊ കളിമണ്ണിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അലുമിനിയം കാണാൻ പറ്റും. അപ്പൊ അലുമിനിയത്തിലെ കളിമണ്ണിൽ എങ്ങനെ കാണുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ Al2O3 2SiO2 2H2O 2SiO2 2H2O ഇങ്ങനെയുള്ള ഒരു ഫോർമാറ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ക്ലേയിൽ എന്ത് ചെയ്യാം, അലുമിനിയത്തിനെ കാണാൻ പറ്റും. ഈ അലുമിനിയം പറയണത് മെറ്റൽ പറയുന്നത് എന്ത് ചെയ്യില്ല, എപ്പോഴും പ്യൂർ സ്റ്റേറ്റ് നമുക്ക് എന്തെങ്കിലും എപ്പോഴും കാണാൻ പറ്റില്ല. എർത്ത് ക്രസ്റ്റ് അതിന് എന്ത് ചെയ്യുന്നത്, അതിനൊരു വേറെ എലിമെന്റ്സ് അല്ലെങ്കിൽ വേറെ കോമ്പൗണ്ട്സ് ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ട് കാണാം. അപ്പൊ മെറ്റാലിക് കോമ്പൗണ്ട്സ് എന്നാണ് പറയാ. അങ്ങനെയുള്ള മെറ്റാലിക് കോമ്പൗണ്ട്സിനാണ് നമ്മൾ എന്താ പറയാ, മിനറൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് മനസ്സിലായി. ഇനി അടുത്തത് പറയുന്നതാണ് ഓർ. ഇപ്പൊ ഓർസിന്റെ ഡെഫിനിഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ദ മിനറൽ ഫ്രം വിച്ച് മെറ്റൽസ് ആർ എക്കണോമിക്കലി ഈസിലി ആൻഡ് ക്വിക്ക്ലി എക്സ്ട്രാക്റ്റഡ്. അപ്പൊ ഞാൻ അത് ഇവിടെ എടുത്തേക്കുന്നു. അപ്പൊ ഓറുകൾ പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഒരു മിനറൽസ് തന്നെയാണ് ഓർസ് എന്ന് പറയാം. പക്ഷെ അതിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. അപ്പൊ ഒരു മിനറൽ ഓറാണെങ്കിൽ കുറച്ച് പ്രത്യേകതകളുണ്ട്, അതിന് കുറച്ച് എന്തെങ്കിലും റിക്വയർമെന്റ്സ് ആവശ്യങ്ങളുണ്ട്. അത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ഇവിടെ എഴുതിണ്ട് എക്കണോമിക്കലി ഈസിലി ആൻഡ് ക്വിക്ക്ലി. ഇത് 3 വേർഡ് എന്താണ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഒരു മിനറലിൽ നിന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മെറ്റൽസിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം. മിനറൽസ് നിന്നിട്ട് മെറ്റൽസിനെ എന്ത് ചെയ്യണം, വേർതിരിച്ചെടുക്കണം. അപ്പൊ ആ വേർതിരിച്ചെടുക്കുമ്പോൾ എന്ത് ചെയ്യണം, എടുക്കുമ്പോൾ എക്കണോമിക്കലി ആയിരിക്കണം. ആ വേർതിരിച്ചെടുക്കുന്ന ആ പ്രോസസ് പറയുന്നത് എക്കണോമിക്കലി ആയിരിക്കണം. പറയുന്നത് ചീപ്പായിട്ട് അല്ലെങ്കിൽ വില കുറവിൽ തന്നെ നമുക്ക് അധികം പൈസ മുടക്കാതെ അല്ലെങ്കിൽ ലോ കോസ്റ്റിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റണം. അതാണ് ഫസ്റ്റത്തെ റിക്വയർമെന്റ് ആയിട്ട് പറയുന്നത്. ഒരു മിനറൽ ഓർ ആവാനുള്ള ഫസ്റ്റത്തെ റിക്വയർമെന്റ് പറയുന്നത് എന്തായിരിക്കണം എന്ന് പറയുന്നത് ആ മിനറലിൽ നിന്നിട്ടും നമ്മൾ ആ മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുമ്പോൾ എക്കണോമിക്കലി ആയിരിക്കണം, നമുക്ക് ലോ കോസ്റ്റിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റണം. അതാണ് ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത്. സെക്കൻഡ് പോയിന്റ് പറയുന്നത് ഈസിലി പറയുമ്പോൾ എളുപ്പത്തിൽ, വലിയ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, എക്സ്ട്രാക്ട് എടുക്കാൻ പറ്റണം. ഒരു ഓറിന്റെ പ്രത്യേകത, ഒരു മിനറൽ ഓർ ആവാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേകതകളാണ് പറയുന്നത്. എളുപ്പത്തിൽ എന്ത് ചെയ്യണം, എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റണം. പിന്നെ മൂന്നാമത്തെ പറയുന്നത് ക്വിക്ക്ലി എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റണം. പെട്ടെന്ന് സ്പീഡായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റണം. അതാണ് പറയുന്നത്. അങ്ങനെയുള്ള മിനറൽസിനെ നമ്മൾ എന്താ പറയുക, ഓർസ് എന്ന് പറയാം. ഒരു മിനറൽ, ആ മിനറലിൽ നിന്ന് നമ്മൾ മെറ്റൽസിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുമ്പോൾ എങ്ങനെ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്ന ആ പ്രോസസ്സിന്റെ വില എന്തായിരിക്കണം, അതിന്റെ കോസ്റ്റ് എന്തായിരിക്കണം എന്ന് പറയുന്നത്
കുറവായിരിക്കണം. അതേപോലെ ഈസി ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം. എളുപ്പത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, അതിന് ആ മിനറലിൽ നിന്ന് എന്ത് ചെയ്യണം, വേർതിരിച്ചെടുക്കാൻ പറ്റണം. അതുപോലെ ക്വിക്കിലി പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം, ഫാസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, വേർതിരിച്ചെടുക്കാൻ പറ്റണം. അങ്ങനെയുള്ള മിനറൽസിനാണ് നമ്മൾ എന്താ പറയുക, ഓർസ് എന്ന് പറയും. ഓക്കെ, അങ്ങനെയുള്ള മിനറൽസിനാണ് ഓർസ് എന്ന് പറയും. ഇത് കൂടാതെ ഒരു പ്രത്യേകത കൂടിയുണ്ട്, അബണ്ടന്റ് ആയിരിക്കണം. അബണ്ടന്റ് ആയിരിക്കണം. അപ്പൊ നമ്മുടെ ഭൂമിയിൽ എന്ത് ചെയ്യണം, അത് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടണം. അല്ലാതെ കുറച്ച് മാത്രമേ ഉള്ളൂ വെച്ചാൽ നമുക്ക് കുറച്ചല്ലേ കിട്ടുള്ളൂ. അപ്പൊ ഒരു ക്യാരക്ടറിസ്റ്റിക്സും കൂടി ഉണ്ട്, മെയിൻ ആയിട്ട് ഇതും കൂടെ എന്ത് ചെയ്യാം, നോക്കി വെക്കാം. അപ്പൊ ചിലപ്പോൾ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാം, ഒരു ഓറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തായിരിക്കും, അല്ലെങ്കിൽ ഒരു മിനറൽ ഓർ ആണെങ്കിൽ അതിന് വേണ്ട പ്രത്യേകതകൾ എന്തൊക്കെയായിരിക്കും എന്നാണ് ചോദിക്കുക. അപ്പൊ എന്താണ് ചോദിച്ചാൽ ഈ 4 പോയിന്റ്സ് മെയിൻ ആണ്. ഈ 4 പോയിന്റ്സ് മെയിൻ ആണ്. എന്നിട്ട് ചീപ്പ് റേറ്റിൽ നമുക്ക് എന്ത് ചെയ്യണം, അതിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റണം. അതിന് ഈസി ആയിട്ട് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റണം. അതിൽ ക്വിക്കിലി ഫാസ്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റണം. അതുപോലെ എന്ത് ചെയ്യണം, ആ മിനറൽ പറയുന്നത് എന്തായിരിക്കും, നമ്മുടെ സറൗണ്ടിങ് നമ്മുടെ ചുറ്റുപാട് തന്നെ എന്ത് ചെയ്യണം, കൂടുതലായിട്ട് കാണാൻ പറ്റണം. ഈ നാല് റിക്വയർമെന്റ്സ് പാലിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു മിനറൽ നമുക്ക് എന്ത് ചെയ്യാം, ഓർന്ന് വിളിക്കാൻ പറ്റും. ആ മിനറലിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ആ മെറ്റൽസിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് ഈ ഓർസിന്റെ പ്രത്യേകത. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത് എന്താണ് ചോദിച്ചാൽ, കുറെ മെറ്റൽസും അതിന്റെ ഓർസും ഉണ്ട്. അപ്പോ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അലുമിനിയത്തിന്റെ ഓർ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ബോക്സൈറ്റ് ആണ്. അപ്പൊ അലുമിനിയത്തിന്റെ ഓർ എന്താണ്, ബോക്സൈറ്റ് ആണ്. അലുമിനിയം കൂടാതെ ഇപ്പൊ അയൺ എടുക്കുകയാണെങ്കിൽ ഇരുമ്പില് അയണില് മെയിൻ ആയിട്ടുള്ള അയണിന്റെ ഓറുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഹാമറ്റേറ്റ്, മാഗ്നറ്റേറ്റ് ആണ് അയണിന്റെ മെയിൻ ആയിട്ടുള്ള ഓർ. പിന്നെ പറയുന്നത് കോപ്പർ. ഇതൊക്കെ ടെസ്റ്റിൽ കൊടുത്തിട്ടുള്ളതാണ്. ടെസ്റ്റിലെ പേജ് നമ്പർ 63 ആണോ, അപ്പൊ ആ പേജിൽ കൊടുത്തിട്ടുള്ളതാണ്. അപ്പൊ അതിന്റെ കൂടെ കെമിക്കൽ ഫോർമുലാസും ഉണ്ട്. അപ്പൊ അതും കൂടെ എന്ത് ചെയ്യാം, നിങ്ങൾ നോട്ട് ചെയ്തുമ്പോൾ എഴുതി വെക്കാം. കോപ്പറിന്റെ കൂടെ എന്ത് ചെയ്യാം, കോപ്പർ പൈറേറ്റും, കോപ്പറിന്റെ ഓസ് കോപ്പർ പൈറേറ്റും കുപ്രേറ്റും. കുപ്രേറ്റ് ആണ് കോപ്പറിന്റെ ഓറായിട്ട് നമ്മൾ പറയുന്നത്. പിന്നെ സിങ്കിന്റെ ഓർ പറയുന്നത് കലാമിനും സിങ്ക് ബ്ലെൻഡ്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഓർസ്. കുറച്ച് മെറ്റൽ ആണ്, അലുമിനിയം, അയൺ, കോപ്പർ, സിങ്ക് ടെസ്റ്റിൽ കൊടുത്തിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പൊ അതിന്റെ എന്താണ് ആ മെറ്റൽസും അതിന്റെ ഓർസും ആണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പൊ ഇത് പഠിച്ചു വെക്കുക, കാരണം 1 വേർഡ് ചിലപ്പോൾ ചോദിക്കാം. ചിലപ്പോൾ 1 വേർഡ് ആയിട്ട് ചോദിക്കുമ്പോൾ അലുമിനിയത്തിന്റെ ഓർ ഏതാണ് അങ്ങനെ ചോദിക്കാം. അലുമിനിയം അയണിന്റെ ഓറിന് ഒരു എക്സാമ്പിൾ നൽകുക, അങ്ങനെയൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുക, എക്സാമ്പിൾ ആയിട്ട് ചോദിക്കാം. അപ്പൊ ഇതൊന്ന് എന്ത് ചെയ്യുക, കാണാപ്പാടം പഠിച്ചു വെക്കാം. അപ്പൊ ഇമ്പോർട്ടന്റ് ആണ്, ഇതും കൂടെ നോക്കി വെക്കാം. ഓക്കെ, അപ്പൊ ഓർസിൽ മെയിൻ ആയിട്ട് നോക്കേണ്ടത് ഇതാണ്. ഇനി അടുത്തത് പറയുന്നത് മെറ്റലർജി. ഇപ്പൊ മെറ്റലർജി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ all the process involving the separation of pure metal from its ore. അപ്പോൾ ഒരു മെറ്റലിന് ഒരു ഓറിൽ നിന്ന് പ്യുവർ മെറ്റലിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന എല്ലാ പ്രോസസ്സിനും കൂടെ പറയുന്ന ഒരു കോമൺ ആയിട്ട് പേരാണ് എന്ത്, മെറ്റലർജി. മെറ്റലർജി പറയുന്നത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, എന്താണ് യൂസ് ചെയ്യുന്നത്, എല്ലാ മെറ്റൽസിനെയും എല്ലാ മിനറൽസിൽ നിന്നിട്ടും അതിനെ എന്ത് ചെയ്യാം, പ്യുവർ മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന, വേർതിരിച്ചെടുക്കുന്ന ആ പ്രോസസ്സ് എല്ലാ പ്രോസസ്സും നമ്മളോട് ചേർന്ന് കോമൺ ആയിട്ട് പറയുന്ന ഒരു പേരാണ് മെറ്റലർജി. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് ഈ മെറ്റലർജിക്ക് 3 സ്റ്റെപ്പുകളാണ് ഉള്ളത്. ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് ഓർ. കോൺസെൻട്രേഷൻ ഓഫ് ഓർ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭൂമിയിൽ നിന്ന് എർത്ത് ക്രസ്റ്റിൽ നിന്ന് കിട്ടുന്ന ആ ഓറിൽ എന്ത് ചെയ്യും, കുറെ ഇമ്പ്യൂരിറ്റീസ്, കുറെ നമുക്ക് വേണ്ടാത്ത കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിനെ റിമൂവ് ചെയ്യുന്ന ആ പ്രോസസ്സിനാണ് നമ്മൾ എന്താ പറയുക, ഈ കോൺസെൻട്രേഷൻ ഓഫ് ഓർ എന്ന് പറയും. കോൺസെൻട്രേഷൻ ഓഫ് ഓർ പറയുന്നത് നമുക്ക് ഭൂമിയിൽ നിന്നും കിട്ടുന്ന ആ ഓറിൽ എന്ത് ചെയ്യും, കുറെ എന്ത് ചെയ്യും, ഇമ്പ്യൂരിറ്റീസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള സംഭവങ്ങൾ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ എന്താ പറയുക, കോൺസെൻട്രേഷൻ ഓഫ് ഓർ എന്ന് പറയും. ഓക്കെ, അതാണ് മെറ്റലർജിയിലെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഒരു ഓർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ആയിട്ട് ചെയ്യുന്നത് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക, അതിന്റെ ഇമ്പ്യൂരിറ്റീസിനെ എന്ത് ചെയ്യുക, ക്ലിയർ ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. അപ്പൊ സെക്കൻഡ് സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ. എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ പറയുന്നത് വെച്ചാൽ ഇപ്പൊ ക്ലിയർ ചെയ്തെടുക്കുന്ന എനിക്ക് കിട്ടുന്ന
ആ കോൺസെൻട്രേറ്റഡ് ഓറിൽ എന്ത് ചെയ്യുക, ഓറിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, മെറ്റൽസിനെ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നുണ്ട്, മെറ്റൽസിനെ എന്ത് ചെയ്യുന്നുണ്ട്, വേർതിരിച്ചെടുക്കുന്നുണ്ട്. അപ്പൊ ആ മെറ്റൽസിനെ വേർതിരിച്ചെടുക്കുന്ന ആ പ്രോസസ്സാണ് ഈ എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ. മെയിൻ ആയിട്ട് രണ്ട് സ്റ്റെപ്സ് ആണ് അതിലുള്ളത്. അപ്പൊ നമുക്ക് കിട്ടുന്ന ഈ കോൺസെൻട്രേറ്റഡ് ഓറിൽ നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് ഓക്സിഡൈസ് ചെയ്യും. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യും, ഓക്സിഡൈസ് ചെയ്യും. സെക്കൻഡ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യും, ആ കിട്ടുന്ന ആ ഓക്സിഡൈസ് ചെയ്ത സാധനം ഒന്നുകൂടെ എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യും. അതാണ് ഈ എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ എന്നുള്ള ഈ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അത് വീഡിയോ എടുക്കുമ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം, എങ്ങനെയാണ് ഓക്സിഡേഷൻ, എങ്ങനെ റിഡക്ഷൻ എന്നുള്ള കാര്യങ്ങൾ. അത് അടുത്ത വീഡിയോയിലാണ്. അപ്പോൾ അടുത്ത വീഡിയോ എടുക്കുമ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ റിഫൈനിങ്. റിഫൈനിങ് ഓഫ് മെറ്റൽ എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുത്ത മെറ്റലിന് എന്ത് ചെയ്യില്ല, ആ മെറ്റൽസിന് കുറെ ഇമ്പ്യൂരിറ്റീസ് കാണാൻ പറ്റും. വേറെ മെറ്റൽസിന് കുറെ ഓക്സൈഡ്സ് അല്ലെങ്കിൽ വേറെ മെറ്റൽസിന്റെ അംശങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യുന്നുണ്ട്, ഈ എക്സ്ട്രാക്ട് ചെയ്തെടുത്തിരിക്കുന്ന ഈ മെറ്റൽ എന്ത് ചെയ്യുന്നുണ്ട്, കാണപ്പെടുന്നുണ്ട്. അപ്പൊ ഈ എക്സ്ട്രാക്ട് ചെയ്തിരിക്കുന്ന ഈ മെറ്റൽ ആ ഓക്സൈഡ്സിന് അല്ലെങ്കിൽ ആ മെറ്റൽസിനെ എന്ത് റിമൂവ് ചെയ്യണം. ആ ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യുന്നതാണ് ഈ റിഫൈനിങ് എന്നുള്ള മെത്തേഡ്. റിഫൈനിങ് എന്നുള്ള മെത്തേഡ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ആ മെറ്റൽസിൽ കാണപ്പെടുന്ന ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്താ പറയുക, റിഫൈനിങ് ഓഫ് മെറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ടുള്ള മെറ്റലർജിയിൽ വരുന്ന 3 സ്റ്റെപ്സ് പറയുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പിൽ കോൺസെൻട്രേഷൻ, ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യുന്നത്. സെക്കൻഡ് സ്റ്റെപ്പിൽ എന്താണ്, എക്സ്ട്രാക്ഷൻ, ആ മെറ്റൽ എന്ത് ചെയ്ത് വേർതിരിച്ചെടുക്കുന്ന മെത്തേഡാണ് എക്സ്ട്രാക്ഷൻ എന്നുള്ള മെത്തേഡിൽ. അതിൽ റിഫൈനിങ് ഓഫ് മെറ്റൽ പറയുന്നത് ആ വേർതിരിച്ചെടുത്തിട്ടുള്ള മെറ്റലിൽ എന്തെങ്കിലും കുറെ ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്, ആ ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യുന്ന ആ പ്രോസസ്സാണ് റിഫൈനിങ് ഓഫ് മെറ്റൽ. ഈ 3 സ്റ്റെപ്പും കൂടെ കമ്പൈൻ ചെയ്ത് അറിയപ്പെടുന്ന പേരാണ് മെറ്റലർജി എന്ന് അറിയപ്പെടുന്നത്. ഈ 3 സ്റ്റെപ്പും കൂടെ കമ്പൈൻ ചെയ്ത് അറിയപ്പെടുന്നതാണ് ഈ മെറ്റലർജി. ഓക്കെ, അപ്പൊ ഇതാണ് കോമൺ ആയിട്ട് പറയാനുള്ളത്. ഇനി അടുത്ത ടോപ്പിക് ആണ് കോൺസെൻട്രേഷൻ ഓഫ് ഓർ. ഓക്കെ, കോൺസെൻട്രേഷൻ ഓഫ് ഓർ ആണ് അടുത്ത ടോപ്പിക്. The ore obtained from the earth crust contain impurities. The process of removing these impurities is concentration of ore. അപ്പോൾ ഓർ പറയുമ്പോൾ നമുക്ക് ഭൂമിയിൽ നിന്ന് നമ്മൾ അത് എടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നത്, അതിൽ കുറെ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പൊ ആ ഇമ്പ്യൂരിറ്റീസിനെ എന്ത് ചെയ്യുന്നുണ്ട്, റിമൂവ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്താ പറയുക, കോൺസെൻട്രേഷൻ ഓഫ് ഓർ എന്ന് പറയാം. അപ്പോൾ ഓറിന്റെ കോൺസെൻട്രേഷൻ പറയുന്നത് ആ പ്രോപ്പർട്ടീസിനെ എന്ത് ചെയ്യുന്നത്, റിമൂവ് ചെയ്ത് കളയണം. അതിനെയാണ് നമ്മൾ എന്താ പറയുക, കോൺസെൻട്രേഷൻ ഓഫ് ഓർ എന്ന് പറയാം. Gang, the impurities obtained along with the ore. അപ്പോൾ ഓറിന്റെ കൂടെ, ഓർ പാർട്ടിക്കിൾസിന്റെ കൂടെ ലഭിക്കുന്ന ആ ഇമ്പ്യൂരിറ്റീസിനെയാണ് നമ്മൾ എന്താ പറയുക, ഗ്യാങ് എന്ന് പറയുക. ഗ്യാങ് എന്ന് പറയുന്നത് ആ ഓർ പാർട്ടിക്കിൾസിലൂടെ നമുക്ക് കിട്ടുന്ന, അതിലൂടെ വരുന്ന ആ ഇമ്പ്യൂരിറ്റീസിനെ നമ്മൾ എന്താ പറയുക, ഗ്യാങ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, മെയിൻ ആയിട്ട് മെത്തേഡ് ഓഫ് കോൺസെൻട്രേഷൻ ആണ് അടുത്ത് പറയുന്നത്. 4 മെത്തേഡ്സ് ഓഫ് കോൺസെൻട്രേഷൻ ആണ് ഉള്ളത്. നമുക്ക് പഠിക്കേണ്ട 4 മെത്തേഡ്സ് ഓഫ് കോൺസെൻട്രേഷൻ ആണ്. അത് ഓർ പാർട്ടിക്കിളിന്റെ പ്രോപ്പർട്ടീസിനെ ബേസ് ചെയ്തിട്ട്, അതേപോലെ പ്രോപ്പർട്ടീസ് ഓഫ് ഇമ്പ്യൂരിറ്റിന്റെ പ്രോപ്പർട്ടീനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ 4 കോൺസെൻട്രേഷൻ മെത്തേഡ് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ഫസ്റ്റത്തെ ലെവിഗേഷൻ ഓർ ഹൈഡ്രോളിക് വാഷിംഗ് ആണ്. ഫസ്റ്റത്തെ ടോപ്പിക് ആണ് ലെവിഗേഷൻ. ലെവിഗേഷൻ ഓർ ഹൈഡ്രോളിക് വാഷിംഗ്, ആ പേര് തന്നെയുണ്ട്. എന്ത് ചെയ്യുക, വെള്ളം കൊണ്ട് എന്ത് ചെയ്യുക, നമ്മൾ വാഷ് ചെയ്യില്ലേ, അതിനെയാണ് നമ്മൾ എന്താ പറയുക, ലെവിഗേഷൻ ഓർ ഹൈഡ്രോളിക് വാഷിംഗ് പറയാം. ഇവിടുത്തെ ഓറിന്റെ പ്രോപ്പർട്ടി എന്തായിരിക്കും ചോദിച്ചാൽ ഹെവിയർ ആയിരിക്കും. ഓർ പാർട്ടിക്കിൾസ് എന്തായിരിക്കും, അതിന്റെ ഡെൻസിറ്റി എന്തായിരിക്കും, കൂടുതലായിരിക്കും, ഹെവിയർ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതിൽ ഇമ്പ്യൂരിറ്റീസിന്റെ കേസ് എടുത്ത് നോക്കുമ്പോൾ അതിന്റെ ഇമ്പ്യൂരിറ്റീസിന്റെ പ്രോപ്പർട്ടി എന്തായിരിക്കും, ലൈറ്റർ ആയിരിക്കും. ലൈറ്റർ ഇമ്പ്യൂരിറ്റീസും അതിലെ ഹെവിയർ ഓർ പാർട്ടിക്കിൾസും ഉള്ള അങ്ങനെയുള്ള മെറ്റൽസിന്റെ, അങ്ങനെയുള്ള ഓറുള്ള മെറ്റൽസിന്റെ കോൺസെൻട്രേഷൻ ആണ് നമ്മൾ മെയിൻ ആയിട്ട് എന്ത് ചെയ്യുക, ലെവിഗേഷൻ എന്നുള്ള മെത്തേഡിലൂടെ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു, ഈ ഓർ പാർട്ടിക്കിൾസിന് കൂടെ എന്ത് ചെയ്തു, വെള്ളം കടത്തി വിടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ വെള്ളം കടത്തി വിടുമ്പോൾ എന്ത് സംഭവിക്കും ചോദിച്ചു കഴിഞ്ഞാൽ, ഹെവിയറുള്ള ഓർ പാർട്ടിക്കിൾ എന്ത് ചെയ്യും, അവിടെ തന്നെ നിൽക്കും. ഹെവിയറുള്ള ഓർ പാർട്ടിക്കിളിന് എന്ത് ചെയ്യാൻ ചേഞ്ച് ഒന്നും വരില്ല, അവിടെ തന്നെ നിൽക്കും. പക്ഷെ ലൈറ്റർ ആയിട്ടുള്ള ഓർ പാർട്ടിക്കിൾ എന്ത് ചെയ്യും, അതിന്റെ ഡെൻസിറ്റി കുറവായതുകൊണ്ട് എന്ത് ചെയ്യും, വെള്ളത്തിലൂടെ എന്ത് ചെയ്യും, ഒലിച്ചു പോകും. വെള്ളത്തിലൂടെ എന്ത് ചെയ്യും, അല്ലെങ്കിൽ വെള്ളത്തിന് മേലെ ഫ്ലോട്ട് ചെയ്തിട്ട് അങ്ങനെ എന്ത് ചെയ്തു, അങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കോൺസെൻട്രേഷൻ നമ്മൾ എന്താ പറയുക, ലെവിഗേഷൻ എന്ന് പറയാം. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഗോൾഡിന്റെ എക്സ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് എന്ത് ചെയ്യുക, ലെവിഗേഷൻ എന്നുള്ള മെത്തേഡിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഗോൾഡിന്റെ കോൺസെൻട്രേഷൻ, ഗോൾഡിന്റെ ഓക്സിജൻ കോൺസെൻട്രേഷൻ നടക്കുന്നത് എന്ത് ചെയ്യുക, ലെവിഗേഷൻ എന്നുള്ള മെത്തേഡിൽ കൂടെയാണ്. അതുകൂടാതെ തന്നെ ഓക്സൈഡുകൾ അടങ്ങിയിട്ടുള്ള അടങ്ങിയിട്ടുള്ള ഓറുകളുടെ കോൺസെൻട്രേഷൻ നമ്മൾ എങ്ങനെ ചെയ്യാം, ഈ ലെവിഗേഷൻ എന്നുള്ള മെത്തേഡിലൂടെയാണ് നമ്മൾ ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത ഒരു മെത്തേഡാണ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. ഫ്രോത്ത് ഫ്ലോട്ടേഷനിൽ നമ്മൾ
ലെവിഗേഷന്റെ ഓപ്പോസിറ്റ് ആണ് ഈ ഫ്ലോട്ട് ഫ്ലോട്ടേഷൻ പറയുന്നത്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഓർ പാർട്ടിക്കിൾസ് എന്തായിരിക്കും? ലൈറ്റർ ആയിരിക്കും. ഓർ പാർട്ടിക്കിൾസ് ലൈറ്റർ ഓർ പാർട്ടിക്കിൾസ് ഹെവിയർ ആയിട്ട് ഇമ്പ്യൂരിറ്റീസ് ആയിട്ട് എന്ത് ചെയ്യാം? ഇങ്ങനെയുള്ള ഈ ഫ്ലോട്ട് ഫ്ലോട്ടേഷൻ എന്നുള്ള പ്രോസസ്സിലൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആ ഓർസ് ഉണ്ടാകും. ഇപ്പൊ ടെസ്റ്റിൽ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ആ ഫ്ലോട്ട് ഫ്ലോട്ടേഷന്റെ ഒരു ചാമ്പറുള്ള ഒരു ഫിഗർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്റ്റിറർ ഉണ്ടാവും. എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു റൊട്ടേറ്റിംഗ് പാഡ് ഉണ്ടാവും. എന്ത് ചെയ്യാം? എപ്പോഴും എന്ത് ചെയ്താൽ ആ സ്റ്റിയർ എന്ത് ചെയ്തു? കറങ്ങിക്കൊണ്ടേയിരിക്കുന്നുണ്ടാവും. ആ സ്റ്റിയറിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു വെളിയിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഓറ് അതുപോലെ പൈനോയിൽ അതേപോലെ വാട്ടർ, ഇതെല്ലാം കൂടെ ഉള്ള ഒരു സംഭവം, ഒരു മിക്സർ എന്ത് ചെയ്യുന്നത്? നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ അതിലൂടെ എന്ത് ചെയ്യുന്നത്? ഈ റൊട്ടേറ്ററിലേക്ക് അല്ലെങ്കിൽ ഈ സ്റ്റിയറിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പൊ ഈ റൊട്ടേറ്റർ കറങ്ങുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ സ്റ്റിയർ എന്ത് ചെയ്തു? കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് ചോദിച്ചാൽ ഇവിടെ എന്തുണ്ടാവും? ഒരു പത പോലെ ഉണ്ടാവും. ഒരു പത പോലെ ഫ്ലോത്ത് ഉണ്ടാവുന്നതാണ്. പത പോലെ ഉണ്ടാവും. ആ പത എന്ത് ചെയ്യും? പത പറയുന്നത് ഈ മേലെ എന്ത് ചെയ്തു? ഫ്ലോട്ട് ചെയ്ത് നിൽക്കും. മേലെ വന്നിട്ട് എന്ത് ചെയ്തു? ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ലൈറ്റർ ആയിട്ടുള്ള ഓൾ പാർട്ടിക്കിൾസ് ആണ് ഇങ്ങനെ എന്ത് ചെയ്യുക? പതഞ്ഞിട്ട് എന്ത് ചെയ്യുക? പതഞ്ഞ് പൊങ്ങിയിട്ട് എന്ത് ചെയ്യുക? മേലെ വന്ന് ഫ്ലോട്ട് ചെയ്ത് നിൽക്കുക. ഈ ലൈറ്റർ ആയിട്ടുള്ള ഓൾ പാർട്ടിക്കിൾ ആണ് നമ്മൾ ഇങ്ങനെ പതഞ്ഞ് മുന്തി മേലെ വന്ന് ഫ്ലോട്ട് ചെയ്ത് നിൽക്കുക. അങ്ങനെയുള്ള കോൺസെൻട്രേഷനാണ് നമ്മൾ എന്താ പറയുക? അങ്ങനെയുള്ള ഓർസിന്റെ കോൺസെൻട്രേഷനാണ് നമ്മൾ എന്താ പറയുക? ഫ്ലോട്ട് ഫ്ലോട്ടേഷൻ പറയും. ലൈറ്റർ ഓർസിനെ അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിന് നമ്മൾ ഫ്ലോട്ട് ഫ്ലോട്ടേഷൻ എന്ന് പറയും. മെയിൻ ആയിട്ട് ഓക്സൈഡുകൾ അടങ്ങിയിട്ടുള്ള ഓറുകളുടെ കോൺസെൻട്രേഷൻ ആണ്. സൾഫൈഡുകൾ അടങ്ങിയിട്ടുള്ള ഓറുകളുടെ കോൺസെൻട്രേഷൻ നമ്മൾ എന്ത് ചെയ്യുക? ഈ ഫ്ലോട്ട് ഫ്ലോട്ടേഷൻ എന്നുള്ള മെത്തേഡിലൂടെ നമ്മൾ ചെയ്യും. ഇനി അടുത്തത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ മാഗ്നറ്റിക് സെപ്പറേഷൻ. മാഗ്നറ്റിക് സെപ്പറേഷനിൽ എന്താണ് മെയിൻ ആയിട്ട് ചോദിച്ചാൽ either or particle or impurities, ഒന്നുമില്ലെങ്കിൽ ഓർ പാർട്ടിക്കിളിന് അല്ലെങ്കിൽ എന്താണ് ഇമ്പ്യൂരിറ്റീസ് എന്ത് ഉണ്ടാവും? മാഗ്നറ്റിക് ക്യാരക്ടർ. രണ്ടിനും ഉണ്ടാകാൻ പാടില്ല. ഏതെങ്കിലും ഒരെണ്ണത്തിന് ഒന്നുമില്ലെങ്കിൽ ഓർ പാർട്ടിക്കിൾസിന് അല്ലെങ്കിൽ എന്താണ് ഇമ്പ്യൂരിറ്റീസിന് എന്ത് ചെയ്യാം? ഇങ്ങനെ മാഗ്നറ്റിക് ക്യാരക്ടർ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ ചെയ്യുന്ന സെപ്പറേഷൻ ആണ് എന്ത്? മാഗ്നറ്റിക് സെപ്പറേഷൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ബെൽറ്റിലൂടെ, ഒരു മാഗ്നറ്റിക് ബെൽറ്റ്, റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ബെൽറ്റ് ആണ്. ആ മാഗ്നറ്റിക് ബെൽറ്റിൽ നമ്മൾ ഇവിടെ എന്തുണ്ട്? ഓർ പാർട്ടിക്കിൾസ് ഇടുന്നുണ്ട്. അപ്പൊ ഓർ പാർട്ടിക്കിൾ മാഗ്നറ്റിക് നേച്ചറും മാഗ്നറ്റിക് നേച്ചർ ഇല്ലാത്തത് ഇമ്പ്യൂരിറ്റീസ് ആണ് വെച്ചോ. അപ്പൊ എന്ത് ചെയ്യും ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഓർ പാർട്ടിക്കിൾ എന്ത് ചെയ്യും? ഇങ്ങോട്ടേക്ക് വരുന്നതോറും ഇങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും? ചോട്ടിലേക്ക് വീഴുമ്പോൾ കുറച്ച് ഈ ബെൽറ്റിന്റെ അടുത്തേക്ക് വീഴും, ഈ വീലിന്റെ അടുത്തേക്ക് വീഴും. അല്ലാത്ത എന്ത് ചെയ്തു? കുറച്ചും കൂടെ എന്ത് ചെയ്തു? ഇങ്ങോട്ടേക്കാണ് വീഴുക. കാരണം ഈ ഇതിനെതിരെ മാഗ്നറ്റിക് നേച്ചർ ഉണ്ട്. അപ്പൊ അത് കുറച്ചും കൂടെ അട്രാക്ട് ചെയ്യുന്നതുകൊണ്ട് ഓർ പാർട്ടിക്കിൾസ് ഇങ്ങനെ സെപ്പറേറ്റ് നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യും? സെപ്പറേറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും. അങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഓർ പാർട്ടിക്കിൾസിന്റെ മാഗ്നറ്റിക് ക്യാരക്ടർ അല്ലെങ്കിൽ ഓർ പാർട്ടിക്കിൾസിന്റെ ഇമ്പ്യൂരിറ്റീസിന്റെ മാഗ്നറ്റിക് ക്യാരക്ടർ വെച്ച് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ ഒരു മെത്തേഡിലൂടെ സെപ്പറേഷൻ നടക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ഇതിനെ നമ്മൾ എന്താ പറയുക? മാഗ്നറ്റിക് സെപ്പറേഷൻ. അങ്ങനെയുള്ള സെപ്പറേഷൻ നമ്മൾ എന്താ പറയുക? മാഗ്നറ്റിക് സെപ്പറേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ മെയിൻ ആയിട്ട് ഹേമറ്റിക്, അയൺ ഓർ മാഗ്നറ്റിക് അയൺ ഓറിന്റെ കോൺസെൻട്രേഷൻ മെയിൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ മാഗ്നറ്റിക് മെത്തേഡിലൂടെ ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ ടിന്നിന്റെ ഓറിന്റെ കോൺസെൻട്രേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ മാഗ്നറ്റിക് സെപ്പറേഷൻ എന്നുള്ള മെത്തേഡിലൂടെ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ടുള്ള ലാസ്റ്റത്തെ ഒരു മെത്തേഡാണ്, ലാസ്റ്റത്തെ കോൺസെൻട്രേഷൻ ഉള്ള ഒരു കോൺസെൻട്രേഷൻ മെത്തേഡാണ് ലീച്ചിങ്. ലീച്ചിങ് എന്നുള്ള മെത്തേഡാണ് സോല്യൂബിലിറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡിലൂടെ നമ്മൾ എന്ത് ചെയ്യുക? ലീച്ചിങ് ചെയ്യാം. ഇപ്പൊ ഇവിടെ എങ്ങനെയാണ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഓർ പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നുണ്ട്? സോല്യൂബിൾ ആകുന്ന സൊല്യൂഷൻ എടുക്കുന്നത്. ഓർ പാർട്ടിക്കിൾ സോല്യൂബിൾ ആകുന്ന ഒരു സൊല്യൂഷൻ എടുക്കുന്നുണ്ട്. ആ സൊല്യൂഷനിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഈ സംഭവം ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് എർത്തിൽ നിന്ന് കിട്ടുന്ന ആ ഓർസിനെ എന്ത് ചെയ്യുന്നുണ്ട്? ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? ആ ഓർ പാർട്ടിക്കിൾ അതിൽ സോല്യൂബിൾ ആവും. പക്ഷെ എന്ത് ചെയ്യില്ല? ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവില്ല, അവിടെ സോല്യൂബിൾ ആകുന്നില്ല. ഇമ്പ്യൂരിറ്റീസ് എന്ത് ചെയ്യില്ല? ആ സൊല്യൂഷൻ എന്ത് ചെയ്യില്ല? സോൾവ് ആകില്ല. അപ്പൊ എന്ത് ചെയ്യും? ഓർ പാർട്ടിക്കിൾ സോല്യൂബിൾ ആയി, ഇമ്പ്യൂരിറ്റീസ് ഇൻസോല്യൂബിൾ ആയിട്ട് കിടക്കണം. അപ്പൊ അതിന് നമ്മൾ ഒരു ഫിൽറ്റർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തു? ഫിൽറ്റർ ചെയ്ത് മാറ്റും. ഒരു ഫിൽറ്റർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തു? ഫിൽറ്റർ ചെയ്ത് മാറ്റുമ്പോൾ എന്ത് ചെയ്തു? ഇമ്പ്യൂരിറ്റീസ് നമുക്ക് വേറെ കിട്ടി. അതുപോലെ ഫിൽറ്റർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫിൽട്രേറ്റ് കിട്ടും. ഫിൽട്രേറ്റ് പറയുന്നത് ഫിൽറ്റർ ചെയ്ത് ബാക്കി വരുന്ന ആ സൊല്യൂഷൻ നമ്മൾ എന്ത് ചെയ്യും? ഫിൽറ്റർ ചെയ്ത് വരും. അപ്പൊ ഈ ഫിൽട്രേറ്റിൽ എന്തുണ്ടാവും? ഈ ഓർ പാർട്ടിക്കിൾസ് ഉണ്ടാവും. കൂടാതെ നമ്മൾ എന്ത് ചെയ്യുക? അത് സോല്യൂബിൾ ചെയ്ത അതിനെ ലയിപ്പിച്ച് ഡിസോൾവ് ചെയ്ത് സൊല്യൂഷൻസും കൂടെ ഉണ്ടാവും.
അപ്പൊ നമ്മൾ കെമിക്കൽ റിയാക്ഷൻ നടത്തിയിട്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ ഓൾ പാർട്ടിക്കിൾസിനെയും അതേപോലെ എന്ത് ചെയ്തു ഈ സൊല്യൂഷൻ എന്ത് ചെയ്തു മാറ്റിയെടുക്കുകയാണ് ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള മെത്തേഡിലൂടെ നമ്മൾ കോൺസെൻട്രേഷൻ നടത്തുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് ലീച്ചിങ് എന്ന് പറയുന്നത്. അപ്പൊ ലീച്ചിങ് പറയുന്നത് സോലുബിലിറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡാണ് ഇത് ലീച്ചിങ് ഉള്ള മെത്തേഡ്. അപ്പൊ അങ്ങനെയുള്ള കോൺസെൻട്രേഷനാണ് നമ്മൾ ലീച്ചിങ് എന്ന് പറയുക. മെയിൻ ആയിട്ട് ഈ അലുമിനിയത്തിന്റെ ഓറാണ് നമ്മൾ എന്ത് ചെയ്യാം ഇങ്ങനെ ലീച്ചിങ് എന്നുള്ള മെത്തേഡിലൂടെ നമ്മൾ എന്ത് കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പൊ അലുമിനിയത്തിന്റെ ഓറിന്റെ കോൺസെൻട്രേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ലീച്ചിങ് എന്നുള്ള മെത്തേഡിലൂടെയാണ്. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് മെത്തേഡ്സ് ഓഫ് കോൺസെൻട്രേഷൻ എന്നുള്ള മെയിൻ ആയിട്ട് 4 മെത്തേഡാണ്. അപ്പൊ ലെവിഗേഷൻ എന്നുള്ള മെത്തേഡ് നമ്മൾ എന്താണ് ഡെൻസിറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. ഓർ പാർട്ടിക്കിൾ എന്തായിരിക്കും ഹെവിയർ ആയിരിക്കും, അതുപോലെ ഇംപ്യൂരിറ്റീസ് എന്തായിരിക്കും ലൈറ്റർ ആയിരിക്കും. അങ്ങനെയുള്ള ഓർസിന്റെ സെപ്പറേഷന് ലെവിഗേഷൻ യൂസ് ചെയ്തത്. അതുപോലെ ഫോർസ് ഫ്ലോട്ടേഷൻ യൂസ് ചെയ്തത് എങ്ങനെയാണ് ഓർ പാർട്ടിക്കിൾസ് ലൈറ്ററും അതുപോലെ ഇംപ്യൂരിറ്റീസ് ഹെവിയർ ആയിട്ടുള്ള അങ്ങനെയുള്ള ഓർസിന്റെ സെപ്പറേഷന് ഫോർസ് ഫ്ലോട്ടേഷൻ യൂസ് ചെയ്തത്. അതുപോലെ മാഗ്നറ്റിക് സെപ്പറേഷൻ വേണ്ടത് ഏതെങ്കിലും ഒരു ഒന്നില്ലെങ്കിൽ മാഗ്നറ്റിക് ക്യാരക്ടർ ഓർ പാർട്ടിക്കിളിനോ അല്ലെങ്കിൽ എന്ത് ചെയ്യാം ഇംപ്യൂരിറ്റീസിനോ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഓർസിന്റെ സെപ്പറേഷൻ നമ്മൾ എന്ത് ചെയ്യും മാഗ്നറ്റിക് സെപ്പറേഷൻ യൂസ് ചെയ്തു. അപ്പൊ ലീച്ചിങ് ഉള്ള മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ സോലുബിലിറ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ലീച്ചിങ് ഉള്ള മെത്തേഡിലൂടെ എന്ത് ചെയ്യാം കോൺസെൻട്രേറ്റ് ചെയ്യാം. അപ്പൊ ഇത് ഒരു ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്കാണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ടോപ്പിക് ഒക്കെ കഴിഞ്ഞു. അപ്പൊ ക്ലാസ് എടുത്തതൊക്കെ മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പൊ ഇതിന്റെ ഈ ടോപ്പിക്സിന്റെ നോട്ട്സ് ഞാൻ ലിങ്ക് ടെലിഗ്രാമിന്റെ ലിങ്ക് എന്ത് ചെയ്യാം ഈ വീഡിയോയുടെ കൂടെ തന്നെ തരുന്നുണ്ട്. അപ്പൊ അതിൽ കൂടെ പോയി കഴിഞ്ഞാൽ നോട്ട്സ് ടെലിഗ്രാമിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഗുഡ് ബൈ.